Good morning. Today we are going to discuss about pteridophytes. Pteridophytes include horsetails and ferns. Pteridophytes എന്ന് പറഞ്ഞ ഗ്രൂപ്പിനകത്തുള്ള രണ്ട് വെറൈറ്റീസ് ആണ് ഹോഴ്സ്റ്റെയിൽസും ഫേൺസ് എന്ന് പറയുന്നത്. ഹോഴ്സ്റ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ കാണുന്ന പോലെ ഒരു ചുമ്മാ ഒരു സ്റ്റെം പോലെയുള്ള ഇത് മാത്രമായിട്ടുള്ള, നമുക്ക് പുറമേ നോക്കുമ്പോൾ ഒരു സ്റ്റെം പോലെയുള്ള ഇത് മാത്രമായിട്ട് കാണുന്നത് ഗ്രൂപ്പുകളെയാണ് നമ്മൾ ഹോഴ്സ്റ്റെയിൽസ് എന്ന് പറയുന്നത്. ഫേൺസ് നമുക്ക് പണ്ട് കിണറിൻ്റെ ചുറ്റും കിണറിൻ്റെ ആ അകത്തുമൊക്കെ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ഫേൺസ്. ഇപ്പോൾ നമ്മൾ ഗാർഡൻ വെറൈറ്റീസ് ആയിട്ട് ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആയിട്ട് വീട്ടിൽ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വളർത്താറുണ്ട്. ടെറിഡോഫൈറ്റ്സിനെ സാധാരണയായിട്ട് കൂൾ, ഡാമ്പി അല്ലെങ്കിൽ ഷെയ്ഡി പ്ലേസസിനകത്താണ് കാണാറുള്ളത്. പക്ഷേ ചിലത് നമ്മൾ സാൻഡി സോയിൽ കണ്ടീഷൻസിനകത്തും ഫ്ലറിഷ് ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എവല്യൂഷണറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ടെറസ്ട്രിയൽ പ്ലാന്റ്സ്, വാസ്കുലാർ ടിഷ്യൂസ് ഉള്ള ആദ്യത്തെ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ആണ് നമ്മുടെ ടെറിഡോഫൈറ്റ്സ് എന്ന് പറഞ്ഞത്. അതിനു മുമ്പ് പഠിക്കുന്ന ബ്രയോഫൈറ്റ്സിനോ ആൽഗയ്ക്കോ വാസ്കുലാർ ടിഷ്യൂസ് ഇല്ല. വാസ്കുലാർ ടിഷ്യൂസ് ഏതൊക്കെയാണ്? സൈലോ ഫ്ലോയോ ആണ് വാസ്കുലാർ ടിഷ്യൂസുമാണ്. സൈലം വാട്ടർ കണ്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് സൈലം യൂസ് ചെയ്യുന്നത്. പ്ലാന്റ്സിന് റൂട്ടിൽ നിന്ന് മുകളിലെ ലീഫ്, സ്റ്റെം അതുപോലുള്ള പോർഷൻസിനകത്തേക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടിഷ്യൂ ആണ് നമ്മുടെ സൈലം ടിഷ്യൂ. ഫ്ലോയം എന്ന് പറയുന്നത് ഫുഡ് കണ്ടക്ഷന് വേണ്ടിയിട്ടുള്ള ടിഷ്യൂ ആണ് ഫ്ലോയം. ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടിഷ്യൂ ആണ്. അതായത് ലീഫ് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിനെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്, അതായത് സ്റ്റെം, ലീഫ്, വേറെ ലീഫുകൾ, അതുപോലെ റൂട്ട്സ്, അങ്ങനെയുള്ള ഭാഗത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂ ആണ് ഫ്ലോയം ടിഷ്യൂസ്. അപ്പോൾ സൈലോം ഫ്ലോയോം ഉള്ള ആദ്യത്തെ ടെറസ്ട്രിയൽ പ്ലാന്റ് എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റ്സ് ആണ്. അതിനു മുമ്പ് പഠിക്കുന്ന ആൽഗയ്ക്കോ ബ്രയോഫൈറ്റ്സിനോ സൈലോ ഫ്ലോയോ ഇല്ല. ഇനി ബ്രയോഫൈറ്റ്സിനകത്ത് ഡോമിനൻറ്റ് ഫേസ്, അവരുടെ ലൈഫ് സൈക്കിളിനകത്ത് ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള ഫേസ് എന്ന് പറഞ്ഞാൽ ഗാമിറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയാണ്. ബ്രയോഫൈറ്റ്സിൻ്റെ ഗാമിറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ബ്രയോഫൈറ്റ്സിനകത്തെ അവരുടെ ഡോമിനൻറ്റ് ഫേസ് എന്ന് പറയുന്നത് ഗാമിറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി. എന്താ ഗാമിറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി എന്ന് പറഞ്ഞാൽ? ഗാമിറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി എന്ന് പറഞ്ഞാൽ അവർക്ക് ഫുൾ സെറ്റ് ഓഫ് ക്രോമസോംസിൽ ഒരു സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോംസ് ആണ് ഉള്ളത് എങ്കിൽ അതിന് നമ്മൾ ഗാമിറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി എന്ന് പറയും. പക്ഷേ നമ്മളിപ്പോൾ പഠിക്കുന്ന ടെറിഡോഫൈറ്റ്സ് ആണെങ്കിൽ അവർക്ക് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയാണ്, അല്ലെങ്കിൽ സ്പോറോഫൈറ്റ് ആണ് അവരുടെ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത്. അതായത് അവർക്ക് ഹോൾ സെറ്റ് ഓഫ് ക്രോമസോംസ് ഉണ്ട്, അല്ലെങ്കിൽ ഡബിൾ സെറ്റ് ഓഫ് ക്രോമസോംസ്. നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ പറയാം, നമ്മുടെ ഹ്യൂമൻസിനകത്ത് എടുക്കുകയാണെങ്കിൽ എഗ്, സ്പേം, അത് രണ്ടും ഹാപ്ലോയിഡ് കണ്ടീഷൻ അല്ലെങ്കിൽ അവർ ഗാമിറ്റോഫൈറ്റിക് കണ്ടീഷനാണെന്ന് നമുക്ക് പറയാം. അതിനകത്ത് സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോംസേ ഉള്ളൂ. 23 ക്രോമസോംസ് ആണ് നമ്മുടെ എഗ്ഗിനകത്തും സ്പേമിനകത്തും ഉള്ളൂ. പക്ഷേ അത് ഫ്യൂസ് ചെയ്ത് ഫോം ചെയ്യുന്ന സൈഗോട്ട് അല്ലെങ്കിൽ ബേബി ഫോം ചെയ്യുന്നതിന് രണ്ട് സെറ്റും ഉണ്ട്. 46 പെയർസ് ഓഫ് ക്രോമസോംസ് ഉണ്ട്. അപ്പോൾ ആ 23 പെയറായിട്ട് കിടന്ന് എഗ്ഗിനെയും സ്പേമിനെയും നമുക്ക് ഗാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ ചുമ്മാ പ്ലാന്റ്സിൻ്റെ ഇത് വെച്ച് ഞാൻ പറയാം, എളുപ്പത്തിന് വേണ്ടി പറയാനാണെങ്കിൽ പ്ലാന്റ്സിൻ്റെ ഇത് വെച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം അത് ഗാമിറ്റോഫൈറ്റ് ആണെന്ന് പറയാം. ഗാമിറ്റോഫൈറ്റ്, അതായത് പകുതി സെറ്റേ അവരുടെ അതിനകത്തുള്ളൂ, ഹോൾ സെറ്റില്ല. സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെറ്റുള്ള 46 പെയർസ് ഓഫ് ക്രോമസോംസ് ഉള്ളത്, അല്ലെങ്കിൽ രണ്ട് സെറ്റുള്ള ക്രോമസോംസ് ഉള്ളത്. 46 ഒക്കെ പറയണം ഹ്യൂമൻസിൻ്റെ കേസ് വെച്ചിട്ടാണ് കേട്ടോ. പ്ലാന്റ്സിന് അങ്ങനെ ആയിരിക്കില്ല ക്രോമസോം നമ്പർ വരുന്നത്. ഓരോ പ്ലാന്റിലും വേറെ എൻ്റയർലി ഡിഫറെൻറ്റ് ആയിട്ടുള്ള ക്രോമസോം നമ്പേഴ്സാണ് ഉള്ളത്. ഇപ്പോൾ ടെറിഡോഫൈറ്റ്സിനകത്ത് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയാണ്, അല്ലെങ്കിൽ ഡിപ്ലോയിഡ് എന്ന് വെച്ചാൽ രണ്ട് സെറ്റ് ഓഫ് ക്രോമസോംസും ഉള്ള ഇതാണ് നമ്മുടെ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിപ്ലോയിഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ടെറിഡോഫൈറ്റ്സിലെ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറഞ്ഞാൽ സ്പോറോഫൈറ്റ് ആണ്. അതിന് നമുക്ക് ട്രൂ ആയിട്ടുള്ള റൂട്ടും സ്റ്റെമ്മും ലീവ്സും പ്രസൻ്റ് ആണ്. ബ്രയോഫൈറ്റ്സ്, ആൽഗെ പോലുള്ളതിനകത്ത് നമുക്ക് ലീഫ്, സ്റ്റെമ്മ്, റൂട്ട് പോലുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. പക്ഷേ ഇതിനകത്ത് ശരിക്കും റൂട്ട് പോലെയും ലീഫ് പോലെയും സ്റ്റെമ്മ് പോലെയും ഇരിക്കുന്ന സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. മറ്റേത് നമ്മൾ ആൽഗയും ബ്രയോഫൈറ്റും ഒക്കെ നമ്മൾ താലോയിഡ് ഫോമാണെന്ന് പറഞ്ഞത്, അതായത് അവർക്ക് ശരിക്കുമുള്ള ലീഫോ സ്റ്റെമ്മോ റൂട്ടോ ഒന്നുമില്ല, പക്ഷേ അതുപോലെ ഇരിക്കുന്ന എന്തൊക്കെയോ സ്ട്രക്ചേഴ്സ് അവർക്ക് പ്രസൻ്റ് ആണ്. അതുകൊണ്ട് നമ്മളവരെ താലോയിഡ് ഫോംസാണ് ആൽഗേനെയും ബ്രയോഫൈറ്റിനെയും വിളിക്കുന്നത്. പക്ഷേ ടെറിഡോഫൈറ്റ്സിന് ട്രൂ ആയിട്ടുള്ള ലീഫും റൂട്ടും സ്റ്റെമ്മും ഒക്കെ പ്രസൻ്റ് ആയാണ്. ഇനി അവർക്ക് വെൽ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള വാസ്കുലർ ടിഷ്യൂസും പ്രസൻ്റ് ആണ്. ഇനി ടെറിഡോഫൈറ്റ്സിൻ്റെ ലീവ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലത് സ്മോൾ ആയിരിക്കും,
മൈക്രോഫിൽസ് എന്ന് പറയും. ഇതിനകത്ത് ഇപ്പോൾ സെലാജിനല്ലയുടെ ഡയഗ്രാമാണ് ഫസ്റ്റ് പിക്ചറും സെക്കൻഡ് പിക്ചറും. അതിൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ ചെറിയ ലീഫാണ്, വളരെ സ്മോളായിട്ടുള്ള ലീഫുകളെ അതിന് നമ്മൾ മൈക്രോഫിൽസ് എന്ന് പറയും. മൈക്രോ എന്ന് വെച്ചാൽ ചെറുത്. ഇനി ഫേൺ, നമ്മൾ പണ്ട് കിണറിൻ്റെ കരയിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഈ ഫേൺസ് എന്ന് പറഞ്ഞതിനകത്ത് ലാർജ് ആയിട്ടുള്ള ലീഫുകളാണ്, അതിനെ നമ്മൾ മാക്രോഫിൽസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഡയഗ്രാം ഞാൻ ലാസ്റ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഫേണിൻ്റെ ഡയഗ്രാമാണ്. അതിൻ്റെ ലീഫ് നമുക്ക് കണ്ടറിയാം, വലിയ ലീഫാണ് അല്ലേ, അതിനെ നമ്മൾ മാക്രോഫിൽസ് എന്ന് പറയും. ചെറിയ ലീഫുള്ളതിനെ നമ്മൾ മൈക്രോഫിൽസ് എന്ന് പറയും. ഇനി ഇവിടെ എക്കണോമിക് ഇമ്പോർട്ടൻസ്, എന്തിനാണ് ടെറിഡോഫൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടെറിഡോഫൈറ്റ്സിന് മെഡിസിനൽ പർപ്പസ് ഉണ്ട്. അതിപ്പോൾ ഏത് പ്ലാന്റ് എടുത്തു നോക്കിയാലും അതിന് മിക്കവാറും തന്നെ മെഡിസിനൽ പർപ്പസുകളുണ്ട്. അതുപോലെ അവർ സോയിൽ ബൈൻഡേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, സോയിൽ ഇറോഷൻ തടയാൻ വേണ്ടിയിട്ട്. ഇവരുടെ റൂട്ട് എന്ന് പറയുന്നത് മിക്കവാറും ഒരു ഫൈബ്രസ് ടൈപ്പ് ഓഫ് ഫ്രൂട്ടാണ്. അപ്പോൾ ആ ഫൈബ്രസ് ടൈപ്പ് ഓഫ് ഫ്രൂട്ടിന് കുറേ അധികം സോയിലിനെ അറ്റാച്ച് ചെയ്ത് നിർത്താനായിട്ട് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ സോയിൽ ബൈൻഡേഴ്സ് ആയിട്ട് നമ്മൾ ടെറിഡോഫൈറ്റ്സിനെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഓർണമെൻറ്റൽസ് ആയിട്ട്, അതായത് നമ്മുടെ വീട്ടിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെടിച്ചട്ടികളിലൊക്കെ ഓർണമെൻറ്റൽ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ ടെറിഡോഫൈറ്റ്സിനെ വളർത്താറുണ്ട്. ഇനി അവരുടെ റീപ്രൊഡക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഫേൺ എന്ന് പറഞ്ഞ് നമ്മൾ കിണറിൻ്റെ കരയിൽ കിണറിന് ചുറ്റും കാണുകയോ അല്ലെങ്കിൽ കിണറിനകത്ത് ഇതിന് ചുറ്റുമായിട്ട് റിങ്ങിന് ചുറ്റുമായിട്ട് കാണുന്നതോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെടി നമ്മൾ അല്ലാണ്ട് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നട്ടേക്കുന്നതിനകത്ത് കാണുന്നത് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി അവരുടെ സ്പോറോഫൈറ്റിനെയാണ് നമ്മൾ കാണുന്നത്. ഈ സ്പോറോഫൈറ്റിനകത്ത് സ്പൊറാഞ്ചിയ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. ഈ സ്പൊറാഞ്ചിയ എവിടെയാണ് കാണുന്നത്? സ്പോറോഫിൽസ് എന്ന് പറഞ്ഞ അപ്പൻഡേജസിനാണ്. ലീഫ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്പോറോഫിൽസ് എന്ന് പറഞ്ഞത്. അതായത് സ്പൊറാഞ്ചിയ ഉള്ള ലീഫ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ സ്പോറോഫിൽസ് എന്ന് പറയുന്നത്. സ്പോറോഫിലിന് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, സ്പെഷ്യലൈസ്ഡ് ലീഫ് ദാറ്റ് ക്യാരീസ് ഓർ സപ്പോർട്ട്സ് വൺ ഓർ മോർ സ്പൊറാഞ്ചിയ. ഒന്നിൽ കൂടുതൽ സ്പൊറാഞ്ചിയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലീഫിനെയാണ് നമ്മൾ സ്പോറോഫിൽസ് എന്ന് പറയുന്നത്. സ്പൊറാഞ്ചിയ എന്ത് ചെയ്യുക? സ്പൊറാഞ്ചിയ എന്ന് പറഞ്ഞാൽ സ്മോൾ സാക്ക് ലൈക്ക് ഓർഗൻ ദാറ്റ് ഹോൾഡ് സ്പോർ. സ്പോർ ഉള്ള ചെറിയ ചാക്ക് പോലെയുള്ളൊരു ഓർഗനെയാണ് നമ്മൾ സ്പൊറാഞ്ചി എന്ന് പറയുന്നത്. ആ ചാക്കിനകത്താണ് ആക്ച്വലി സ്പോർ കാണുന്നത്. സ്പൊറാഞ്ചി എന്ന് പറഞ്ഞാൽ ചാക്കിനകത്താണ് സ്പോർ കാണുന്നത്. ഈ സ്പൊറാഞ്ചിയെ കാണുന്ന ലീഫിനെ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലീഫിനെയാണ് നമ്മൾ സ്പോറോഫിൽ എന്ന് പറയുന്നത്. ഇവിടെ ഈ ലീഫിനകത്ത് ഇവിടെ ഈ പിക്ചറിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടെറിഡോഫൈറ്റ്, ഒരു ഫേണിനെ കാണാം ഇല്ലേ? അഡൽട്ട് സ്പോറോഫൈറ്റ് 2N എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ് കണ്ടീഷൻ, അതായത് 2 സെറ്റ് ഓഫ് ക്രോമസോംസും അതിനുണ്ടെന്ന് കാണിച്ചേക്കണതാണ്. ഒരു ടെറിഡോഫൈറ്റിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ടെറിഡോഫൈറ്റിൻ്റെ ലീഫ് എന്ന് പറഞ്ഞ് മെഗാസ്പോറോഫിൽ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ലീഫ് അല്ലെങ്കിൽ ലീഫ് അല്ലെങ്കിൽ മെഗാഫിൽ. ഈ മെഗാഫിലിൻ്റെ ഇവിടെ കണ്ടോ സോറൈ അല്ലെങ്കിൽ സ്പോറോഫിൽസ് കണ്ടോ? സ്പോറോഫിൽസ്. ഈ സ്പോറോഫിൽസിനകത്ത് സ്പോറോഫിൽ എന്ന സ്പെഷ്യലൈസ്ഡ് ലീഫ് ദാറ്റ് ക്യാരീസ് സ്പൊറാഞ്ചിയ ഉള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലീഫിനെയാണ് നമ്മൾ സ്പോറോഫിൽ എന്ന് പറയുന്നത്. ഈ സ്പോറോഫിലിനകത്ത് ഇതാണ് സ്പോറോഫിലിനകത്ത് കാണുന്ന കണ്ട് ഇവിടെ ചെറിയ ബ്രൗൺ കുത്തു പോലെ കാണാം. അതാണ് ആക്ച്വലി ഇവിടെ സോറൈ എന്ന് എഴുതി വെച്ചേക്കുന്നത്. സോറൈ എന്ന് പറയുന്നത് ആക്ച്വലി സ്പൊറാഞ്ചിയത്തിനെയാണ്. സോറൈ ഏകദേശം സെയിം ആണ്. ഈ സോറൈക്കകത്താണ് അല്ലെങ്കിൽ സ്പൊറാഞ്ചിയത്തിനകത്താണ് ആക്ച്വലി സ്പോർസ് കാണുന്നത്. ഈ സ്പൊറാഞ്ചിയത്തിൻ്റെ സെക്ഷൻ എടുത്തേക്കുന്ന ഡയഗ്രാം ഈ കാണിച്ചേക്കുന്നത്. അതിനകത്ത് സ്പോർ ഇരിക്കുന്ന സോറസിനെ അല്ലെങ്കിൽ സ്പൊറാഞ്ചിയത്തിനെ വലുതാക്കി കാണിച്ചേക്കുന്നതാണ് ഈ ഡയഗ്രാം. അപ്പോൾ സ്പോറോഫൈറ്റിനകത്ത് സ്പൊറാഞ്ചി ഉണ്ട്. സ്പൊറാഞ്ചിയെ സാധാരണയായിട്ട് സ്പോറോഫിൽസ് എന്ന് പറഞ്ഞ് ഇതിനകത്താണ് കാണുന്നത്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സിനകത്താണ് കാണുന്നത്. ഇനി ചില കേസസിനകത്ത് സ്പോറോഫിൽസ് കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സായിട്ട് മാറാറുണ്ട്. അതിന് നമ്മൾ കോൺ അല്ലെങ്കിൽ സ്ട്രോബിലൈ എന്ന് പറയും. സെലാജിനല അല്ലെങ്കിൽ ഇക്യുസീറ്റം പോലുള്ള സ്പീഷീസിനകത്ത് ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചേക്കുന്ന സെലാജിനലയുടെ കോണാണ് അല്ലെങ്കിൽ സ്ട്രോബൈലി. അതായത് സ്പോറോഫില്ലുകളെല്ലാം അടുത്തോട്ട് ചേർന്നിരുന്ന് ഒരു കോൺ പോലെയുള്ളൊരു സ്ട്രക്ചറായിട്ട് അല്ലെങ്കിൽ സ്ട്രോബൈലസ് പോലൊരു സ്ട്രക്ചറായിട്ട് ഫോം ചെയ്യും. സ്പോറോഫില്ലുകൾ അടുത്തടുത്ത് ചേർന്നിരുന്ന് ഒരു കോൺ പോലെ ആവും. അതിനെയാണ് നമ്മൾ സ്ട്രോബൈലി ഓർ കോൺ എന്ന് പറയുന്നത്. സെലാജിനല ഇക്യുസീറ്റം പോലുള്ള സ്പീഷീസിനകത്ത് നമുക്ക്
കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് സെലാജിനെല്ലയുടെ കോണാണിത്. ഇക്യുസീറ്റത്തിൻ്റെ കോണാണ് ഈ മൂളി കാണുന്നത്. ഇനി സ്പൊറാഞ്ചിയ പ്രൊഡ്യൂസ് സ്പോർസ് ബൈ മിയോസിസ് ഇൻ ദ സ്പോർ മദർ സെൽ. സ്പൊറാഞ്ചിയത്തിനകത്തുള്ള സെൽസിനെയാണ് നമ്മൾ സ്പോർ മദർ സെൽസ് എന്ന് വിളിക്കുന്നത്. ഈ സ്പോർ മദർ സെൽസിനകത്ത് മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ടാണ് സ്പോർ ഫോം ചെയ്യുന്നത്. സ്പൊറാഞ്ചിയത്തിനകത്തുള്ള സ്പോർ മദർ സെൽസിനകത്ത് റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ടാണ് സ്പോർസ് ഫോം ചെയ്യുന്നത്. ഇവിടെ നോക്കിയത് സ്പോറോഫൈറ്റ്. ഈ സ്പോറോഫൈറ്റിനകത്ത് സ്പോറോഫില്ല് കാണും. സ്പോറോഫിൽ എന്ന് പറഞ്ഞാൽ സ്പൊറാഞ്ചിയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലീഫിനെയാണ് നമ്മൾ സ്പോറോഫിൽ എന്ന് പറയുന്നത്. ആ സ്പൊറാഞ്ചിയത്തിനകത്ത് സ്പോർ മദർ സെൽസ് ഡിവിഷൻ, റിഡക്ഷൻ ഡിവിഷൻ നടത്തി. അതായത് ഇത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസം ആയിരുന്നു. ഇതിന് റിഡക്ഷൻ ഡിവിഷൻ നടത്തിയപ്പോൾ അത് ഹാപ്ലോയിഡായി, സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോംസ് ആയി. ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറ് ഫോം ചെയ്യും. ഇനി സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ട് ഒരു ഇൻകോൺസ്പീക്വസ്, വളരെ ചെറുതായിട്ടുള്ള സ്മോൾ ആയിട്ടുള്ള ഒരു മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു ലിവിങ് ബോഡി ഫോം ചെയ്യും. ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഒരു ഫോട്ടോസിന്തറ്റിക് താലോയിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ പ്രോതാലസ് എന്ന് പറയുന്നത്. ഇതാണ് പ്രോതാലസ്. അതായത് സ്പോറ് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം വളരെ ചെറുതായിട്ടുള്ള മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള കുറേ അധികം സെല്ലുകൾ കൊണ്ട് ഫോം ചെയ്തൊക്കെ ഫ്രീ ലിവിങ്, അതിന് വേറെ ഒരാളുമായിട്ട് അറ്റാച്ച് ചെയ്തൊന്നും വളരേണ്ട ആവശ്യമില്ല, മണ്ണിൽ തന്നെ ഫ്രീ ആയിട്ട് ലിവ് ചെയ്യുന്ന, ഫോട്ടോസിന്തറ്റിക് ആയിട്ട് സ്വയം ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിവുള്ള താലോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ ലീഫോ സ്റ്റെമ്മോ റൂട്ടോ ഇല്ലാത്ത ഒരു ഗാമിറ്റോഫൈറ്റിക് സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ പ്രോതാലസ് എന്ന് പറയുന്നത്. ഗാമിറ്റോഫൈറ്റിക് എന്ന് പറയുമ്പോൾ അതിന് സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോംസേ ഉള്ളൂ. അതായത് സ്പോറിൽ നിന്നാണ് അത് ഫോം ചെയ്യുന്നത്. സ്പോർ എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? സ്പോർ മദർ സെൽസിൽ നിന്ന്. സ്പൊറാഞ്ചിയത്തിനകത്തുള്ള സ്പോർ മദർ സെൽസിൽ നിന്നാണ് സ്പോർ ഫോം ചെയ്യുന്നത്. അവിടെ റിഡക്ഷൻ ഡിവിഷൻ, അതായത് അത് ആദ്യം സ്പോറോഫൈറ്റിന് 2 സെറ്റ് ഓഫ് ക്രോമസോംസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് സ്പോറായിട്ട് മാറുമ്പോഴത്തേക്കും സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോംസേ ഉള്ളൂ. അപ്പോൾ ആ സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോംസ് ഉള്ള സ്പോർ ജെർമിനേറ്റ് ചെയ്ത് വരുന്ന സ്ട്രക്ചറിനെ നമ്മൾ എന്തെന്ന് പറയും? പ്രോതാലസ് എന്ന് പറയും. അതിന് സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോംസ് ആണ് ഉള്ളൂ പ്രോതാലസിനകത്ത്. ഇനി ഈ ഗാമിറ്റോഫൈറ്റിന് സാധാരണയായിട്ട് കൂളും ഡാമ്പി ഷെയ്ഡി ആയിട്ടുള്ള പ്ലേസസിനകത്താണ് വളർന്ന് കാണാറുള്ളത്. ഗാമിറ്റോഫൈറ്റിൻ്റെ അല്ലെങ്കിൽ പ്രോതാലസിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ സ്ട്രക്ചർ പ്രോതാലസിൻ്റെ സ്ട്രക്ചർ. ഇത് പ്രോതാലസിൽ നിന്ന് വേറൊരു സ്പോറോഫൈറ്റ് അതിൽ തന്നെ അറ്റാച്ച് ചെയ്ത് വളരാൻ തുടങ്ങുന്നതാണ്. സാധാരണയായിട്ട് അതിൽ തന്നെ അറ്റാച്ച് ചെയ്തല്ല കാണാറുള്ളത്, ഇതതിനെ അറ്റാച്ച് ചെയ്ത് വളരുന്നതാണ്. ഇതാ പ്രോതാലസിൻ്റെ സ്ട്രക്ചർ സെക്ഷൻ എടുത്തതുപോലെ കാണിച്ചേക്കുന്നതാണ്. ഈ ഗാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ ഈ പ്രോതാലസിന് കൂളും ഡാമ്പിയും ഷെയ്ഡി ആയിട്ടുള്ള പ്ലേസസ് വേണമെന്ന് പറഞ്ഞു വളരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്പെസിഫിക് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്, അതായത് അത് ഇങ്ങനെയുള്ള സ്ഥലം കിട്ടിയാൽ മാത്രമേ അത് വളരുള്ളൂ. അതായത് കൂളായിരിക്കണം, ഡാമ്പായിരിക്കണം, അതായത് അധികം വെയിലൊന്നും ഏൽക്കൂലാത്ത ഷെയ്ഡി ആയിട്ടുള്ള പ്ലേസസിന് മാത്രമേ അത് വളരുള്ളൂ. അതുപോലെ അവർക്ക് വെള്ളം വേണം, ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ വാട്ടർ വേണം. അതുകൊണ്ട് ടെർഡോഫൈറ്റ്സ് അധികം സ്പ്രെഡ് ചെയ്ത് അങ്ങനെ കാണാറില്ല. ലിമിറ്റഡ് ആയിരിക്കും, ഒരു പർട്ടിക്കുലർ ഏരിയയിലായിരിക്കും കൂടുതലായിട്ടും കാണാറുള്ളത്. അങ്ങനെ വൈഡ് സ്പ്രെഡായിട്ട് കാണാറില്ല. ഈ ഗാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ ഈ പ്രോതാലസിനകത്താണ് മെയിലും ഫീമെയിലും സെക്സ് ഓർഗൻസ് കാണുന്നത്. മെയിൽ സെക്സ് ഓർഗനെ ആന്ത്രീഡിയ എന്നും ഫീമെയിൽ സെക്സ് ഓർഗനെ ആർക്കിഗോണിയ എന്നുമാണ് പറയുന്നത്. ഈ ഗാമിറ്റോഫൈറ്റിനകത്താണ് മെയിലും ഫീമെയിലും സെക്സ് ഓർഗൻസിനെ കാണുന്നത്. മെയിൽ സെക്സ് ഓർഗനെ ആന്ത്രീഡിയ എന്നും ഫീമെയിൽ സെക്സ് ഓർഗനെ ആർക്കിഗോണിയ എന്നുമാണ് പറയുന്നത്. ഇതിനകത്ത് ആന്ത്രീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ഗാമീറ്റിനെയാണ് നമ്മൾ ആന്ത്രോസോയിഡ്സ് എന്ന് പറയുന്നത്. ആന്ത്രീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ഗാമീറ്റ്സിനെ നമ്മൾ ആന്ത്രോസോയിഡ്സ് എന്ന് പറയും. മെയിൽ ഗാമീറ്റ് എന്ന് പറഞ്ഞാലും മതി. The water is required for the transfer of anthrozoids. ആന്ത്രോസോയിഡ്സ് അല്ലെങ്കിൽ മെയിൽ ഗാമീറ്റിനെ ആന്ത്രീഡിയത്തിൽ നിന്ന് ആർക്കിഗോണിയ വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ആവശ്യമാണ്. അതുകൊണ്ടാണ് അത് ലിമിറ്റഡ് ആണ്. വെള്ളമുള്ള സ്ഥലത്ത് ഷെയ്ഡി ആയിട്ടുള്ള പ്ലേസിലൊക്കെയാണ് നമ്മുടെ പ്രോതാലസ് കാണുകയുള്ളൂ അല്ലെങ്കിൽ ഗാമിറ്റോഫൈറ്റിക് ബോഡി കാണുകയുള്ളൂ എന്ന് പറയുന്നത്. വാട്ടർ അവരുടെ വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമാണ് ആന്ത്രോസോയിഡ്സിന് മെയിൽ ഗാമീറ്റിന് നീന്തി ഫീമെയിൽ ഗാമീറ്റ് ഇരിക്കുന്ന ആർക്കിഗോണിയത്തിൽ എത്താനായിട്ട് പറ്റുള്ളൂ.
മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഫ്യൂസ് ചെയ്യുന്നത് ആർക്കിഗോണിയത്തിനകത്താണ്. ആർക്കിഗോണിയത്തിലാണ് ഫീമെയിൽ ഗാമീറ്റ് ഇരിക്കുന്നത്. ആ ആർക്കിഗോണിയത്തിനകത്ത് വെച്ചാണ് മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. സൈഗോട്ടിൽ നിന്നാണ് മൾട്ടി സെല്ലാറായിട്ടുള്ള വെൽ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള നമ്മൾ കാണുന്ന വലിയ സ്പോറോഫൈറ്റിക് ബോഡി, പ്ലാന്റ് ബോഡി കാണുന്നത് ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്താണ് നമ്മൾ കാണുന്ന ഫേൺ എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ഈ ഡയഗ്രം ഒന്ന് നോക്കി. ഈ ഡയഗ്രത്തിനകത്ത് ആദ്യം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം, സ്പോറോഫൈറ്റിൽ നിന്ന് തുടങ്ങാവേ. സ്പോറോഫൈറ്റ് ആണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന മെയിനായിട്ടുള്ള പ്ലാന്റ് ബോഡി എന്ന് പറഞ്ഞാൽ ടെർഡോഫൈറ്റിൻ്റെ. ഈ സ്പോറോഫൈറ്റിനകത്ത് സ്പോറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പെഷ്യലൈസ്ഡ് ലീഫിനെയാണ് നമ്മൾ സ്പോറോഫിൽ എന്ന് പറയുന്നത് അല്ലേ. സ്പോറോഫൈറ്റിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്പൊറാഞ്ചിയ ഉള്ള ലീഫിനെയാണ് നമ്മൾ സ്പോറോഫിൽ എന്ന് പറയുന്നത്. ആ സ്പോറോഫിലിനകത്തെ സ്പൊറാഞ്ചിയാണ് ഇവിടെ ബ്രൗൺ കളറിൽ കാണിച്ചേക്കണം. ഈ സ്പൊറാഞ്ചിയക്കകത്തെ സ്പോർ മദർ സെൽസിനകത്ത് റിഡക്ഷൻ ഡിവിഷൻ നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോംസ് ഉള്ള സ്പോറ് ഫോം ചെയ്യും. ഈ സ്പോറ് ഫോം ചെയ്ത് പ്രോതാലസ് ഉണ്ടാവും. സ്പോറ് ഡെവലപ്പ് ചെയ്തിട്ട് ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് പ്രോതാലസ് അല്ലെങ്കിൽ ഗാമിറ്റോഫൈറ്റ്. ഈ ഗാമിറ്റോഫൈറ്റിന് സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോംസേ ഉള്ളൂ. ഈ ഗാമിറ്റോഫൈറ്റിനകത്ത് ആന്ത്രീഡിയം ആർക്കിഗോണിയ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ സെക്സ് ഓർഗൻസ് കാണും. മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് കാണും. ആന്ത്രീഡിയാണ് മെയിൽ സെക്സ് ഓർഗൻ, ആർക്കിഗോണിയാണ് ഫീമെയിൽ സെക്സ് ഓർഗൻ. ആന്ത്രീഡിയത്തിനകത്ത് മെയിൽ ഗാമീറ്റുകളെയാണ് നമ്മൾ ആന്ത്രോസോയിഡ്സ് എന്ന് പറയുന്നത്. ആർക്കിഗോണിയത്തിനകത്തുള്ള ഫീമെയിൽ ഗാമീറ്റിനെയാണ് നമ്മൾ എഗ്ഗ് എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ, വെള്ളം ഉണ്ടെങ്കിലാണ് ഫ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, വാട്ടർ ഉണ്ടെങ്കിലാണ് മെയിൽ ഗാമീറ്റിന് സ്വിം ചെയ്ത് എഗ്ഗുമായിട്ട് ആർക്കിഗോണിയത്തിൻ്റെ അവിടെ ചെന്ന് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫ്യൂസ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് ഇത്. നമ്മൾ മെയിൻ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യും. ആ സൈഗോട്ടിൽ നിന്ന് ഉണ്ടാകുന്ന മൾട്ടിപ്പിൾ ഡിവിഷൻസ് കിടന്ന് ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് നമ്മുടെ മെയിനായിട്ട് നമ്മളീ കാണുന്ന ഈ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. ഇനി മജോറിറ്റി ഓഫ് ദ ടെറിഡോഫൈറ്റ്സ്, മിക്ക ടെറിഡോഫൈറ്റ്സിനകത്തെ സ്പോർസ് എല്ലാം ഒരുപോലെ ഇരിക്കുന്ന സ്പോർസാണ്. അങ്ങനെയുള്ള പ്ലാന്റ്സിന് നമ്മൾ ഹോമോസ്പോറസ് എന്ന് പറയും. അതായത് സ്പോറുകളെല്ലാം ഒരുപോലെ ഒരേ വലിപ്പമുള്ള മിക്ക ടെറിഡോഫൈറ്റ്സിനകത്തും സിമിലർ ആയിട്ടുള്ള, അതായത് ഒരു സ്പോറിന് വലിപ്പം കൂടിയത് അല്ലെങ്കിൽ ഫീമെയിൽ സ്പോറിന് വലിപ്പം കൂടി മെയിലിന് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാണ്ട് ഒരുപോലെയുള്ള സിമിലർ ആയിട്ടുള്ള സ്പോറുകളാണ് എങ്കിൽ നമ്മളതിനെ ഹോമോസ്പോറസ് എന്ന് പറയും. മിക്ക ടെറിഡോഫൈറ്റ്സും ഹോമോസ്പോറസ് ആണ്. മിക്കതിനകത്തും ഹോമോസ്പോറസ് ആയിരിക്കും, ഒരേ ടൈപ്പ് ഓഫ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ സെലാജിനല്ല, അതുപോലെ സാൽവീനിയ എന്ന് പറഞ്ഞാൽ ഒരു അക്വാറ്റിക് ആയിട്ടുള്ള ടെറിഡോഫൈറ്റ്. സെലാജിനല്ല സാൽവീനിയ പോലെ ഉള്ള ഫോംസിനകത്ത് രണ്ട് ടൈപ്പ് ഓഫ് സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യും. മാക്രോസ്പോർ, വലിയ സ്പോറിനെ നമ്മൾ മാക്രോ എന്ന് വിളിക്കും, ചെറിയ സ്പോറിനെ മൈക്രോ. അപ്പം മാക്രോസ്പോർസും മൈക്രോസ്പോർസും പ്രൊഡ്യൂസ് ചെയ്യുന്ന വെറൈറ്റീസും ടെറിഡോഫൈറ്റ്സിനകത്തുണ്ട്. സെലാജിനല്ല സാൽവീനിയ പോലുള്ള ടെറിഡോഫൈറ്റ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസ് രണ്ട് ടൈപ്പ് ഓഫ് സ്പോർസ് ആയതുകൊണ്ട് അവരെ നമ്മൾ ഹെട്രോസ്പോറസ്, രണ്ട് ടൈപ്പ്, ഹെട്രോ എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്പ് അല്ലേ, ഹെട്രോസ്പോറസ് എന്ന് പറയും. അതായത് മൈക്രോസ്പോർ, അതിൻ്റെ ഒരു സെലാജിനല്ലയുടെ മൈക്രോസ്പോറിൻ്റെയും മെഗാസ്പോറിൻ്റെയും സ്ട്രക്ചറായിട്ട് ഈ കാണിച്ചേക്കുന്നത് ഈ ഡയഗ്രത്തിൽ കാണിച്ചത്. മൈക്രോസ്പോർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ചെറിയ സ്പോർ, അത്രയും ഓർത്താൽ മതി. മെഗാസ്പോർ എന്ന് പറയുമ്പോൾ വലിയ സ്പോർ. അപ്പോൾ സെലാജിനല്ലയ്ക്കകത്തും ഈ സാൽവീനിയയ്ക്കകത്തും രണ്ട് ടൈപ്പ് ഓഫ് സ്പോർ ഉണ്ട്, മൈക്രോസ്പോറും മെഗാസ്പോറും ഉണ്ട്. ബാക്കി മിക്ക ടെറിഡോഫൈറ്റ്സിനകത്തും ഒരേപോലെ ഇരിക്കുന്ന സ്പോറുകളാണ്. അതുകൊണ്ട് നമ്മളവരെ ഹോമോസ്പോറസ് എന്ന് പറയും. പക്ഷേ ഇവരുടെ അതിനകത്ത് ഇപ്പോൾ സെലാജിനല്ലേ രണ്ട് ടൈപ്പ് ഓഫ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും, സാൽവീനിയും രണ്ട് ടൈപ്പ് ഓഫ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും, ആ സെയിം പ്ലാന്റ് തന്നെ. ഇതേ സെലാജിനല്ലയുടെ ഒന്നോടെ അവരുടെ ആ കോൺ പോലെയുള്ള സ്ട്രക്ചർ, കോമ്പാക്റ്റ് ആയിട്ടുള്ള കോൺ അല്ലെങ്കിൽ സ്ട്രോബൈലസ് ഫോം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സെലാജിനല്ല, ആ സെലാജിനല്ലയുടെ കണ്ടോ ഏറ്റവും താഴെയുള്ളത് മെഗാസ്പോറോഫിൽ എന്ന് പറയാൻ കാരണം മെഗാസ്പോർസ്, വലിയ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരെ മെഗാസ്പോറോഫിൽ, ആ ഏത് ലീഫാണോ, ഏത് സ്പെഷ്യലൈസ്ഡ് ലീഫാണോ വലിയ സ്പോർ ഫോം ചെയ്യുന്നത് അതിനെ നമ്മൾ മെഗാസ്പോറോഫിൽ എന്ന് പറയും. അതിനകത്താണ് മെഗാസ്പൊറാഞ്ചിയുള്ള, മെഗാസ്പൊറാഞ്ചിയത്തിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ടാണ് മെഗാസ്പോർ ഫോം ചെയ്യണത്. ഇനി ചെറിയ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ലീഫ് സ്പെഷ്യലൈസ്ഡ് ലീഫിനെ നമ്മൾ മൈക്രോസ്പോറോഫിൽ എന്ന് പറയും. അപ്പോൾ അതിനകത്തുള്ള സ്പൊറാഞ്ചിയത്തിനെ നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയ എന്ന് പറയും. അതിനകത്തുണ്ടാകുന്ന സ്പോറുകളെ നമ്മൾ മൈക്രോ സ്പോറുകൾ എന്ന് പറയും.
അപ്പോൾ ഈ മെഗാസ്പോർസും മൈക്രോസ്പോർസും ജെർമിനേറ്റ് ചെയ്തിട്ട് ഫീമെയിലും മെയിൽ ഗാമിറ്റോഫൈറ്റ്സുമായിട്ട് മാറും. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതിനകത്ത് ഒരു സിംഗിൾ ഗാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ പ്രോതാലസ് ഫോം ചെയ്യുന്നതിൻ്റെ കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതായത് അതിനകത്ത് ഹോമോസ്പോറസ് കണ്ടീഷനാണ്. ഏത് സ്പോർ ജെർമിനേറ്റ് ചെയ്താലും ഒരു പ്രോതാലസ് ഫോം ചെയ്യും. ആ പ്രോതാലസിനകത്ത് ആർക്കിഗോണിയം കാണും, ആന്ത്രിഡിയം കാണും. ആന്ത്രിഡിയത്തിനകത്തുള്ള മെയിൽ ഗാമീറ്റ് ആർക്കിഗോണിയത്തിനകത്തുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ സ്പോറോഫൈറ്റ് ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് ഈ സെലാജിനല്ല പോലുള്ളതിനകത്ത് മെഗാസ്പോറുകൾ ജെർമിനേറ്റ് ചെയ്തുണ്ടാകുന്ന സ്ട്രക്ചറിനെ നമ്മൾ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് എന്നും, ചെറിയ സ്പോർ ജെർമിനേറ്റ് ചെയ്തുണ്ടാകുന്ന സ്ട്രക്ചറിനെ നമ്മൾ മെയിൽ ഗാമിറ്റോഫൈറ്റ് എന്നും പറയും. ഓർത്താൽ മതി, എഗ്ഗിൻ്റെ സൈസ് എഗ്ഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഇതിൻ്റെ സൈസ് വലിപ്പം കൂടുതലാണ്. അതുകൊണ്ടത് ഉണ്ടാകുന്ന മെഗാസ്പോർ വലിയ സ്പോർ ഉണ്ടാകുന്നത് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റും, ചെറിയ മൈക്രോസ്പോർസ് ജെർമിനേറ്റ് ചെയ്തുണ്ടാകുന്ന മെയിൽ ഗാമിറ്റോഫൈറ്റിനെയാണ്. ഇനി ഇങ്ങനെയുള്ള പ്ലാന്റ്സിനകത്ത് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ഇൻ ദ പ്ലാന്റ്സ് ആർ റീറ്റെയിൻഡ് ഓൺ ദ പേരൻറ്റ് സ്പോറോഫൈറ്റ് ഫോർ വേരിയബിൾ പീരീഡ്. പേരൻ്റ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിനകത്ത് ഈ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് കുറേ കാലത്തേക്ക് നിൽക്കാറുണ്ട് ഇങ്ങനെയുള്ള പ്ലാന്റ്സിനകത്ത്. സൈഗോട്ടിൽ നിന്ന് യങ് എംബ്രിയോസൊക്കെ ഉണ്ടാവുന്നത് ഈ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിനകത്ത് വെച്ച് തന്നെയാണ്. സൈഗോട്ടിൽ നിന്ന് യങ് എംബ്രിയോസൊക്കെ ഉണ്ടാവുന്നത്. ഇനി ഈ ഹെട്രോസ്പോറസ് കണ്ടീഷൻ, അതായത് 2 ടൈപ്പ് ഓഫ് സ്പോർ ഉണ്ടായി, അവരിൽ നിന്ന് മെയിൽ ഗാമിറ്റോഫൈറ്റും ഫീമെയിൽ ഗാമിറ്റോഫൈറ്റും ഉണ്ടാവും. ഈ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് മെയിൻ സ്പോറോഫിലിൻ്റെ ഇതുമായിട്ട് ഒരുമിച്ച് കുറേ കാലം നിലനിൽക്കും. അവിടെ വെച്ച് തന്നെയാണ് സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഒക്കെ ഫോം ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് സീഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞ ഇതിന് ഒരു പ്രിക്കേഴ്സർ ആണെന്നാണ്, മുൻഗാമിയാണ്. അതായത് സീഡ് ഉണ്ടാവുക, ശരിക്കുള്ള സീഡ്സ് ടെറിഡോഫൈറ്റ്സിനകത്തില്ല, ട്രൂ സീഡ്സ് ഇല്ല. അതായത് ട്രൂ സീഡ്സ് എന്ന് പറഞ്ഞാൽ സീഡ് കോട്ടൊക്കെ ഉള്ള ഇതിനെയാണ് നമ്മൾ ട്രൂ സീഡ്സ് എന്ന് പറയുന്നത്. ട്രൂ സീഡ്സ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ടെറിഡോഫൈറ്റ്സിനകത്ത് ഇല്ല. പക്ഷേ അങ്ങനെ ട്രൂ സീഡ്സ് ഉണ്ടാവുന്നതിന് മുമ്പുള്ളൊരു മുൻഗാമി ആയിട്ട് നമുക്ക് ഈ ഹെട്രോസ്പോറസ് കണ്ടീഷനെ നമുക്ക് പറയാനായിട്ട് പറ്റും. സീഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ടെറിഡോഫൈറ്റ്സിനകത്ത് ട്രൂ സീഡ്സ് ഇല്ല. അപ്പോൾ ഈ ട്രൂ സീഡ്സ് ഇല്ലാത്തതിനുള്ള ഒരു പ്രിക്കേഴ്സറാണ് ഈ ടെറിഡോഫൈറ്റ്സിനകത്ത് ഈ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് മെയിൽ ഗാമിറ്റോഫൈറ്റ് ഉണ്ടാകുന്നു, 2 ടൈപ്പ് ഓഫ് സ്പോർ ഉണ്ടാകുന്നതെന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ സീഡ് ഉണ്ടാകുന്ന വിത്ത് ഉണ്ടാവാനുള്ള ആ ശീലം, അതിനും ഒരു മുൻഗാമിയാണ് ഈ ടെറിഡോഫൈറ്റ്സിനകത്ത് ഈ ഹെട്രോസ്പോറസ് കണ്ടീഷൻ നമ്മൾ കാണുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എവല്യൂഷണറി സ്റ്റെപ്പാണ്. ഇത് അവരുടെ മൊത്തം ലൈഫ് സൈക്കിൾ, ടെറിഡോഫൈറ്റ്സിൻ്റെ മൊത്തം ലൈഫ് സൈക്കിൾ കാണിച്ചേക്കുന്നതാണ്. ഒരു അഡൽട്ടായിട്ടുള്ളൊരു സ്പോറോഫൈറ്റ് അല്ലെ, അഡൽട്ട് സ്പോറോഫൈറ്റ് 2 സെറ്റ് ഓഫ് ക്രോമസോംസും അതിനകത്തുണ്ട്. അതിൻ്റെ ലീഫ് ഉണ്ട്. സ്പൊറാഞ്ചി ഉള്ള ലീഫിനെ നമ്മൾ എന്തെന്ന് പറയുക, സ്പോറോഫിൽ എന്ന് പറയും. അത് ചെറിയ സ്പൊറാഞ്ചി ആണെങ്കിൽ നമ്മൾ മൈക്രോസ്പോറോഫിൽ നിന്നും, വലിയ സ്പൊറാഞ്ചി ആണെങ്കിൽ നമ്മൾ മെഗാസ്പോറോഫിൽ നിന്നും പറയുന്നു പറഞ്ഞു. ഇപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഒരു സ്പോറോഫിലിനെ കാണിച്ചിട്ടുള്ളൂ. ഈ സ്പോറോഫിലിനകത്ത് സ്പോറോഫിലിനകത്താണ് സ്പൊറാഞ്ചിയ, ഈ ബ്രൗൺ കളറിൽ കാണാനാണ് സ്പൊറാഞ്ചിയ അല്ലെങ്കിൽ സോറൈ. ഈ സ്പൊറാഞ്ചിയത്തിനകത്തുള്ള സ്പോറോജീനിയസ് മദർ സെൽസ് റിഡക്ഷൻ ഡിവിഷൻ, സ്പോറോജീനിയസ് ടിഷ്യൂ അല്ലെങ്കിൽ സ്പോറോജീനിയസ് മദർ സെൽസ് റിഡക്ഷൻ ഡിവിഷൻ നടത്തിയിട്ടാണ് റിഡക്ഷൻ ഡിവിഷനാണ് മിയോസിസ് നടത്തിയിട്ട് ഫോം ചെയ്യുന്നതാണ് നമ്മുടെ സ്പോർസ്. ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ മച്യൂർ ആയിട്ടുള്ള ഗാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ പ്രോതാലസ് ഫോം ചെയ്യും. അത് ഹാപ്ലോയിഡ് ആണ്, കാരണം മിയോസിസ് ആണ് നടക്കുന്നത്. സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോംസിലോട്ട് മാറി പ്രോതാലസ് ഫോം ചെയ്യും. ഈ പ്രോതാലസിനകത്ത് നമ്മുടെ ആർക്കിഗോണിയം ഉണ്ടാവും, ആന്ത്രീഡിയം ഉണ്ടാവും. ആന്ത്രീഡിയത്തിൽ നിന്ന് ആന്ത്രോസോയിഡ്സ് അല്ലെങ്കിൽ മെയിൽ ഗാമീറ്റ് ഫോം ചെയ്യും. ആർക്കിഗോണിയത്തിനകത്ത് എഗ്ഗും ഫോം ചെയ്യും. വാട്ടറിൻ്റെ ഹെൽപ്പോട് കൂടി ഫീമെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യും ഈ ഗാമിറ്റോഫൈറ്റിനകത്ത്. ഈ സൈഗോട്ട് യങ് എംബ്രിയോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ഗാമിറ്റോഫൈറ്റിൻ്റെ പ്ലാൻ ബോഡി ഡീഗ്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങും. എന്നിട്ട് ഇത് ജെർമിനേറ്റ് ചെയ്ത് നമ്മുടെ സ്പോറോഫൈറ്റായിട്ട് മാറും. ഇതാണ് ടെറിഡോഫൈറ്റ്സിൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്.
ഇനി ക്ലാസ്സസ് ഓഫ് ടെറിഡോഫൈറ്റ്സ്. ടെറിഡോഫൈറ്റ്സിന് മെയിനായിട്ട് 4 ക്ലാസ്സസ് ആണുള്ളത്. ഫസ്റ്റ് വൺ സൈലോപ്സിഡ, ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ക്ലാസ്സാണ്. അവർക്ക് മെയിനായിട്ട് ലീഫ് പോലുള്ള സ്ട്രക്ചേഴ്സ് ഒന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള ക്ലാസ്സാണ് സൈലോപ്സിഡ എന്ന് പറഞ്ഞാൽ സൈലോട്ടമാണ് അതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. രണ്ടാമത്തെ ക്ലാസ്സാണ് ലൈക്കോപ്സിഡ, സെലാജിനെല്ല, ലൈക്കോപോഡിയോ ഒക്കെയാണ് അതിന് എക്സാമ്പിൾ. ഈ സെലാജിനെല്ല എന്ന് പറയുന്നത് നമ്മൾ മുറ്റത്തൊക്കെ കാണുന്നൊരു ടെറിഡോഫൈറ്റ് ആണ്. മുറ്റത്ത് മതിലയിലൊക്കെ കാണുന്നൊരു വെറൈറ്റി ഓഫ് ടെറിഡോഫൈറ്റ് ആണ് സെലാജിനെല്ല. ഇനി തേർഡ് വൺ ആണ് സ്പീനോപ്സിഡ. സ്പീനോപ്സിഡയിൽ വരുന്നതാണ് ഇക്യുസീറ്റ. ഇക്യുസീറ്റ ഒരു ഓർണമെൻ്റൽ വെറൈറ്റി ഒക്കെ ആയിട്ട് ചിലർ വളർത്താറുണ്ട്.